സലഫികൾ നബിദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ 5 കാരണങ്ങൾ. ഒന്നാമത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും തന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂചന പോലും നൽകിയതായിക്കൊണ്ട് ഒരു തെളിവുകളും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. രണ്ടാമത്തെ കാരണം, നമ്മുടെ ഉമ്മത്തിലെ ഏറ്റവും ഉത്തമരായിട്ടുള്ള സ്വഹാബികൾ, താബിഈങ്ങൾ, തബഅത്താബിഈങ്ങൾ അവരാരും തന്നെ അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നബിദിനം ആഘോഷിച്ചതായിക്കൊണ്ട് യാതൊരു തെളിവുകളും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മൂന്നാമത്തെ കാരണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്താനും നരകത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നബിദിനം ആഘോഷിക്കൽ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗമാണെങ്കിൽ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നാലാമത്തെ കാരണം, ഈ ജനിച്ച ദിവസം ആഘോഷിക്കുക, ഈ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ള രീതി എന്നുള്ളത് ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും രീതിയാണ്. യേശു ജനിച്ച ദിവസം ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം നബിദിനം ആഘോഷിക്കുക എന്നുള്ളത് ക്രിസ്ത്യാനികളെ അനുകരിക്കലാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ള കാര്യവുമാണ്. അഞ്ചാമത്തെ കാരണം, ദീനി എന്നാൽ അള്ളാഹും റസൂൽ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അത് മാത്രമാണ് ദീനിൽ നമ്മൾ ചെയ്യേണ്ടത്. ദീനിൽ ഒന്നും കടത്തിക്കൂട്ടാൻ ഒരാൾക്കും അവകാശമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ലക്ഷക്കണക്കിന് സ്വഹാബികൾക്ക് ഓതിക്കൊടുത്തതാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നു, ഇനി ഒന്നും ദീനിൽ കടത്തിക്കൂട്ടാനില്ല. എന്നിട്ട് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻ ഫഹുവ റദ്, ഇനി ആരെങ്കിലും ഈ ദീനിൽ എന്തെങ്കിലും കടത്തിക്കൂട്ടിയാൽ ഫഹുവ റദ്, അത് തള്ളപ്പെടേണ്ടതാണ്. നബിദിനം ആഘോഷിക്കുക എന്നുള്ളത് അത് ദീനിൽ കടത്തിക്കൂട്ടിയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ അത് തള്ളപ്പെടേണ്ടതുമാണ്.